ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാൻ കോഡിംഗ് നിർബന്ധമാണോ? സോ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഫാക്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഡേറ്റ അനലിറ്റിക്സ് മേഖലയിലേക്ക് വരാൻ നിങ്ങൾക്കൊരു പ്രോഗ്രാമിംഗ് ജീനിയസ് ആവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? സോ അത് യാതൊരു തരത്തിലുള്ള നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ കോഡിംഗ് ഇല്ലാതെ തന്നെ ലക്ഷങ്ങൾ സാലറിയുള്ള ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. സോ ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നും കോഡിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഈ വീഡിയോയിലുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഡേറ്റ അനലിറ്റിക്സ് എന്നാൽ ഫുൾ ടൈം കോഡിംഗ് ആണ് എന്നുള്ളതാണ്. എന്നാൽ സത്യത്തിൽ ഡേറ്റ അനലിസ്റ്റ് എന്നത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, ദാറ്റ് ഈസ് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. സോ നമ്മുടെ കൈവശമുള്ള ഡേറ്റ പരിശോധിച്ച് അതിൽ നിന്ന് ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഡേറ്റ അനലിസ്റ്റിന്റെ ജോലി. സോ ഇതിന് വേണ്ടത് ലോജിക്കൽ തിങ്കിങ് ആണ്, അല്ലാതെ വെറും കോഡിംഗ് നോളജ് മാത്രമല്ല. അപ്പോൾ കോഡിംഗ് ഇല്ലാതെ തന്നെ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ ഇന്ന് ലോകത്തിലെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് എക്സൽ ആണ്. സോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നും ലോകത്തിലെ 70% അനലിറ്റിക്സ് ജോലികളും നടക്കുന്നത് എക്സലിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ കോഡിംഗ് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഫോർമുലാസും ലോജിക്കും അറിഞ്ഞാൽ മാത്രം മതിയാവും. രണ്ടാമത്തേതാണ് പവർ BI ആൻഡ് ടാബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് എന്നാണ് പറയുന്നതെങ്കിലും ഇത് വെറും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. പിന്നീട് വരുന്നതാണ് നോ കോഡ് AI ടൂൾസ്. സോ ഇന്ന് ഒരു വരി കോഡ് പോലും എഴുതാതെ ഡേറ്റ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന നിരവധി AI ടൂൾസ് നിലവിലുണ്ട്. സോ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വലിയ ഡേറ്റ സെറ്റ്സ് ഹാൻഡിൽ ചെയ്യാനോ ഓട്ടോമേഷൻ ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് പൈത്തൺ പോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആവശ്യം വരുന്നത്. പക്ഷേ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ കോഡിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റും. ആൻഡ് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് എക്സൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നീട് പവർ BI അല്ലെങ്കിൽ ടാബ്ലോ നന്നായിട്ട് പഠിക്കുക. ആൻഡ് ദെൻ ബിസിനസ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ മേഖലയിൽ വലിയൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കോഡിംഗ് പേടിച്ച് ഈ ഒരു സുവർണ അവസരം വേണ്ടെന്ന് വെക്കരുത്. സോ ഡേറ്റ അനലിറ്റിക്സ് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.